എല്ലാരും മരിക്കും. ഞാനും മരിക്കും, എന്റെ മക്കളും മരിക്കും. വിഷ്ണു പോയില്ലേ, അപ്പൊ ശാലിനിയും മരിക്കും. ആര് വന്നിട്ടുണ്ടല്ലോ. നീ എന്തിനാ പേടിക്കുന്നത്? ഞാനുണ്ടല്ലോ ഇവിടെ. ഹോസ്പിറ്റലിൽ ഞാൻ ഉണ്ടായിരുന്ന നന്നായി. അല്ല, ഇത് പാരാ ചെയ്തെന്നൊരു വിവരമില്ലല്ലേ? ഇല്ല, ഇരുട്ടത്ത് ആളെ എനിക്കത്ര മനസ്സിലായില്ല. ആശാൻ കണ്ടുപിടിച്ചോളും. നീ വാ വടി. റാണി, കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. ആ വന്നവാരാണെന്ന് അറിയാമോ മോളെ? ഇല്ല, അതാരാണെന്ന് നമുക്ക് അന്വേഷിക്കാം ചേട്ടാ. ആശാൻ വരെ ആരാണെങ്കിലും വേണ്ടില്ല, അവനെ നമുക്ക് ഇവിടെ നിലത്തിട്ട് ഉരുട്ടണം. എന്നാലും എന്റെ കുടുംബത്തിൽ കയറി വന്ന് തന്തയില്ലാത്തരം കാണിക്കാൻ ധൈര്യപ്പെട്ട റൗഡി അവ ആരായാലും ചില്ലറക്കാരനല്ല. എന്റെ കയ്യിലെങ്ങാനും അവനെ കിട്ടിയിരുന്നെങ്കിലുണ്ടല്ലോ, ഇന്ന് അവന്റെ അവസാനമായിരുന്നെ. പിന്നെ അവ ഒരു വീട്ടിലും ഇതുപോലത്തെ നാറിയ പണിക്ക് പോകൂല. അതെ, ചെയ്ത പാവങ്ങൾക്കുള്ള കൂലിയായി കിട്ടുന്നേന്ന് ഓർത്താ മതി. ചന്ദ്രയെ ഉപദ്രവിക്കാനാണ് വന്നതെങ്കിലും കത്തി കൊണ്ട് വെട്ടിയത് നമ്മുടെ മോളുടെ നേർക്കല്ലേ. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചെയ്തതിന്റെ പാപത്തിന്റെ ഫലമാ മോൾ അനുഭവിക്കുന്നതെന്ന്. നിങ്ങളോ ഇങ്ങനെയായി. മക്കളുടെ രക്ഷ കരുതിയെങ്കിലും ഇനിയുള്ള കാലമെങ്കിലും മനുഷ്യന്മാരെ പോലെ ജീവിക്ക്. ഇല്ലെങ്കിലേ ഇതുപോലെ കത്തിയും കൊണ്ട് ഇനി ആൾക്കാരൊന്ന് കയറും. എന്തായാലും ഇപ്പൊ വന്നവൻ ഇനി ഈ പ്രദേശത്തേക്ക് വരാൻ സാധ്യതയില്ല. ആളെ ഇവര് കണ്ടുകൊണ്ട് ആ ഒരു പേടി ഉണ്ടാവുമല്ലോ. നാളെ നമുക്കൊരു അന്വേഷണം നടത്തണം. എന്തിനാശാനെ നാളേക്ക് ആക്കുന്നേ? നമുക്കിപ്പൊ തന്നെ അന്വേഷിക്കാലോ. ഒന്ന് മിണ്ടാരിടാ. ആ 2 ദിവസത്തേക്ക് കൈ അധികാനാക്കണ്ട. മുറി ഉണങ്ങുന്നവരെ ഒന്ന് റെസ്റ്റ് എടുക്ക്. എന്നാലും അവ ആരാണെന്ന് എന്റെ ആരായാലും ഈ വീട്ടിൽ കയറിയവനെ നമ്മൾ പൊക്കിയിരിക്കും. അതുപോലെ പൊക്കിയാ മാത്രം പോരാ, അവന്റെ തലയടിച്ചു പൊട്ടിക്കാൻ വേണം. എന്റെ മോളെ ദേഹത്ത് അവൻ കൈവച്ചിരിക്കുന്നത്. അവനെന്നെ ശരിക്കും അറിയില്ല. ശിവൻ വന്നില്ലേ, നമുക്ക് പോവാം. വിശ്രമിക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. വാ മോളെ, നമുക്ക് പോവാം. റാണി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ ധൈര്യമായിട്ടിരിക്കെ. ഇന്നത്തെ റീൽസ് നമുക്ക് നാളെ എടുക്കാം. വാ. ശിവ, ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റൂല. പൊക്കണം, ആരായാലും. ഏട്ടാ, ലാസറാണ് വന്നതെന്ന് തൽക്കാലം വേലായുധേട്ടൻ അറിയണ്ട. അത് കൂടുതൽ പ്രശ്നമാവും. ലാസറിന് കൊടുക്കേണ്ടത് ഞാൻ തന്നെ കൊടുത്തോളാം. ആശാനെ, അപ്പം മഹേന്ദ്ര സാറ്? വല്യച്ചി, അമ്മ ഇങ്ങനെയായ നമ്മളിനി എന്താ ചെയ്യാ? ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല. പ്രാർത്ഥനയും ജപമായിട്ടിരിക്കട്ടെ. അച്ഛനും ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഒന്ന് വെയിറ്റ് ചെയ്യുമല്ലോ. ശരി മേഡം. അമ്മേ, അമ്മേ. ശാലിനിയാണല്ലോ.
എന്താ ഈ സമയത്ത്? എനിക്ക് അമ്മയൊന്ന് കാണണം. ഈ രാത്രിയിലോ? എന്ത് രാത്രിയിൽ എനിക്ക് അമ്മയെ കാണാൻ പാടില്ലെന്നുണ്ടോ? അമ്മ പൂജാമുറിയിൽ കയറിയിരിക്കുക. ഇതുവരെ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. വിളിക്കാൻ ചെന്ന ഞങ്ങളെയൊക്കെ വഴക്ക് പറഞ്ഞു ഓടിക്കുക. അമ്മയ്ക്കിപ്പോഴേ കുറച്ച് സ്വസ്ഥത വേണമെന്ന് പറയുന്നേ. ഇനിയിപ്പം കുഞ്ഞേച്ചിയും കൂടെ അങ്ങോട്ട് ചെന്ന് അമ്മയുടെ ഉള്ള സ്വസ്ഥത കളയണ്ട. ആദ്യം ഞാൻ അമ്മയൊന്ന് കാണട്ടെ, എന്നിട്ട് അമ്മ പറയട്ടെ ഞാൻ ചെന്ന അമ്മയുടെ സ്വസ്ഥത പോകുന്നു. നീ മാറ്. മരിക്കും, എല്ലാരും മരിക്കും. ഞാനും മരിക്കും, എന്റെ മക്കളും മരിക്കും. വിഷ്ണു പോയില്ലേ, അപ്പൊ ശാലിനിയും മരിക്കും, അവളുടെ മക്കളും മരിക്കും, എല്ലാരും മരിക്കും. ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാ ചെയ്തത്. വിഷ്ണുവിന്റെ ആത്മാവ് ഒരിക്കലും പൊറുക്കില്ല. അപകടങ്ങൾ ഉണ്ടാവും, കുഴിച്ചിട്ടതെല്ലാം പുറത്തു വരും. എന്തായാലും മരിക്കും, എല്ലാരും മരിക്കും. അമ്മേ മരിക്കട്ടെ, എല്ലാരും പോട്ടെ. എല്ലാം പോയില്ലേ? അമ്മേ, ഇത് ഞാനാ ശാലിനി, ആ, അമ്മയുടെ മോള്. നീ ഇത് എപ്പോ വന്നു? എന്തൊക്കെയാ അമ്മ ഇത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ അതെ, ആ, മോള് സൂക്ഷിക്കണേ. ചുറ്റും കൊല്ലാൻ നടക്കുന്നവരാ. പതുങ്ങിയിരുന്ന് നമ്മുടെ തലക്കടിക്കും. ചോര വരും, കട്ട പിടിച്ച ചോര. അമ്മേ, എന്തിനാ അമ്മ ഇങ്ങനെ സങ്കടപ്പെടുന്ന? അമ്മയ്ക്ക് എന്താ പറ്റിയേ? അത് എന്തായാലും ഞാൻ പരിഹാരം ഉണ്ടാക്കാം അമ്മേ. മോളെ, എനിക്ക് പേടിയാടി. നിങ്ങളെയൊക്കെ ആരും കൊല്ലാൻ വരുന്ന പോലെ കണ്ണടച്ച അതാ കാണുന്നത്. മോളെ, നീ അമ്മ അമ്മ നോക്ക്, ഒന്നുമില്ല മോള്, എല്ലാം തോന്നല. പേടി. ഞാനിരിക്കാം അമ്മയുടെ കൂടെ, എത്ര നേരം വേണമെങ്കിലും ഞാനിരിക്കാം. മോളെ, നീ സൂക്ഷിക്കണേ, നീ സൂക്ഷിക്കണം. അമ്മ വന്നേ, നമുക്ക് മുറിയിലേക്ക് പോവാം. ഇവിടെ വാ. ഇവിടെ ഈ ദൈവങ്ങളുടെ ഇടയിൽ ഇരിക്കുമ്പോഴാ എനിക്കൊരാശ്വാസം. ഇവരൊക്കെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യവാ. അമ്മ അമ്മ, ഇപ്പൊ ഞാൻ കൂടെ ഇല്ലേ? ആ,